അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓൾഡ് ഏജ് ഹോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോയിൽ കയറിയതേ ഉള്ളൂ. എംഎസ്എൻ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഓൾഡ് ഏജ് ഹോം വിസിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഓട്ടോയിൽ ഇപ്പോൾ സംഗരടി ഓൾഡ് ബസ് സ്റ്റാൻഡിൽ പോവാം. അവിടെ നിന്ന് അടുത്ത ബസ്സിലാണ് പോവാം. ഈ നമ്മുടെ ഓട്ടോയിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ സീറ്റൊന്നും ഇല്ലല്ലോ. ഇവിടെ 2 സീറ്റ് ഫ്രണ്ടിലുണ്ട്. കണ്ടോ, ബിയും റൂബിയും ഫ്രണ്ടിൽ ആ ചേട്ടൻ്റെ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങൾ വിചാരിച്ച ടൈമിൽ അവിടെ ചെല്ലാൻ പറ്റുമോ എന്നറിയില്ല. പിന്നെ ട്രാഫിക്കിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പല ഓട്ടോയിലായിട്ട് എല്ലാവരും ന്യൂ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ വന്ന വഴി കാണുമ്പോൾ ഒട്ടും തിരക്കില്ലാത്ത ബസ് സ്റ്റാൻഡായിട്ട് തോന്നും. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല തിരക്കാണെന്ന്. പ്രത്യേകിച്ച് സ്കൂൾ ടൈമും ജോലിക്ക് പോകുന്ന ടൈമും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ബസ്സിലൊക്കെ നല്ല തിരക്ക്. ഞങ്ങളുടെ ബസ് വരുന്നിടം വരെ ഞങ്ങൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് ഞങ്ങളുടെ ബാച്ചിലെ എസ്തെറ്റിക് പീപ്പിൾസ്. ഇവരുടെ ഏത് ഫോട്ടോ എടുത്താലും അത് എസ്തെറ്റിക് ആയിരിക്കും. അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. ഞങ്ങൾക്ക് നർസാപൂർ എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് അവസാനം ഒരു ബസ് വന്നു. അതിൽ കയറാൻ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. മാത്രമല്ല കുറേ പേര് വലിയ ലഗേജൊക്കെ ആയിട്ട് വന്ന് ബസ്സിൽ കയറാനായിട്ട് ഉന്തും തള്ളും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അതിനിടയിൽ ഒരു അമ്മച്ചി ബസ്സിൽ നിന്ന് താഴേക്കും വീണു. പിന്നെ എല്ലാവരും കൂടെ അവരെ എണീപ്പിച്ച് ബസ്സിൽ കയറ്റി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുത്ത ബസ് വന്നു. അതിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ടൈമില്ലാത്തതോടെ ഞങ്ങൾ കുറച്ച് പേര് എങ്ങനെയൊക്കെ ആ ബസ്സിൽ കയറി പറ്റി. ബാക്കിയുള്ളവർ അടുത്ത ബസ്സിലാണ് വന്നത്. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം നർസാപൂർ ബസ് സ്റ്റാൻഡിലെത്തി. ആ അമ്മച്ചി ഇരിക്കുന്നുണ്ടോ, അതാണ് ഇവിടുത്തെ ട്രഡീഷണൽ കോസ്റ്റ്യൂം. ഞങ്ങളിനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഒരു ഓട്ടോയിൽ 15 പേരുണ്ട് ഗൈസ്. നർസാപൂരിലേക്ക് വരുന്ന വഴിക്ക് ബസ് വെച്ച് സീറ്റിൻ്റെ പേര് ചെറുതായിട്ടൊരടിയൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് നേരം ബസ്സൊക്കെ നിർത്തിയിട്ടു. പിന്നെ അടിയൊക്കെ തീർന്നതിന് ശേഷമാണ് ബസ് വീണ്ടും എടുത്തത്. അങ്ങനെ ഫൈനലി നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഡേഞ്ചോറിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് എൻ്റെ പേര് പോലെ അത്ര ഡേഞ്ചറൊന്നും അല്ല ഇവിടുത്തെ ആളുകൾ. ഇവിടുത്തെ ആളുകൾക്ക് നല്ല സ്നേഹമുള്ളവരാണ് ഗൈസ്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നർസാപൂർ എത്തിയപ്പോൾ ഞാനും നന്ദിയും കൂടെ വഴിയിൽ നിന്ന് കുറച്ച് പഴം വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്മാരാരെയും കാണാനില്ല. അവർ കുറേ ദൂരം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചിട്ടാണ് അവർ പോയ വഴി പറഞ്ഞു തന്നത്. ഞങ്ങൾ ഫോണൊക്കെ വിളിച്ചിട്ട് അവരാരും എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയോ തപ്പി പിടിച്ച് അവിടെ എത്തിയപ്പോഴേക്കും അവർ ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ഥലമില്ലായിരുന്നിട്ട് ഞങ്ങൾ എവിടേക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. ജസ്റ്റ് മിസ്സിന് ഞങ്ങൾ എത്തിയത്. അല്ലെങ്കിൽ അവന്മാർ ഞങ്ങൾ ഇട്ടിട്ട് പോയേനെ. കുറെ ക്യൂട്ട് കുഞ്ഞു പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളെയും കാത്ത് മാംസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ക്ലാസ്സിലുള്ള എല്ലാവരും കൂടെ പിരിവിട്ട് കുറച്ച് ആപ്പിളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാനായിട്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അവരെ കാണാഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പതുക്കെ കയറി. എന്താ ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരെ കാണാൻ പറ്റി. ചിലവർ മക്കൾ ഉപേക്ഷിച്ചവരും മറ്റു ചിലവർ മക്കൾക്ക് ഭാരമാവാതിരിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം വന്നവരെയൊക്കെ കണ്ടു. അവരുടെ കഥയൊക്കെ കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. പിന്നെ അവരുടെ ആ വിഷമമൊക്കെ മാറ്റാനായിട്ട് ഞങ്ങൾ അവരുടെ കൂടെ പാട്ടുപാടി ഡാൻസൊക്കെ കളിച്ചപ്പോൾ ആദ്യമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ഉള്ളവരുടെയൊക്കെ സംസാരിച്ചിട്ട് എല്ലാവരും നല്ല ഷോക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മൂഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഒരു കായലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇത് കണ്ടിട്ടൊരു പുറത്തുനിന്ന് നോക്കുമ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾ റെഡ് ഫോർട്ട്. ഞങ്ങൾ റെഡ് ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നർസാപൂരുള്ള റെഡ് ഫോർട്ടാണ് ഗൈസ്. ഇത് ഞങ്ങളിവിടെ ഹണ്ടിയാണ് കഴിക്കാൻ പോകുന്നത്. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം, ഹണ്ടി. കായലിൻ്റെ അടുത്തുനിന്ന് ഓട്ടോയിലാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയത്. ഇപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പിന്നെ മാംസൊക്കെ ഫുഡ് നേരത്തെ ഇവിടെ വിളിച്ച് ഓർഡർ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചേക്കുവാണ്. തെലുങ്കൂസ് പറഞ്ഞു ഹണ്ടി കഴിക്കാമെന്ന്. ഹണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ്. മന്തിയൊക്കെ പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതൊരു ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്.
പിന്നെ ഞങ്ങൾ പകുതി പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. അവർ വരാൻ കുറേ ലേറ്റായി. അങ്ങനെ അവരെ കാത്ത് കുറേ നേരം ഇവിടെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സീറ്റിലൊക്കെ കയറിയിരുന്നു. ഫൈനലി എല്ലാവരും എത്തി, കൂടെ ഫുഡും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഹണ്ടി. देखो भाई उसमें भी पीस है। ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. മാംസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവരും കഴിച്ചിട്ട് അവസാനം വീട്ടിൽ പോയി. പിന്നെ ഇവിടുത്തെ ഈ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, കണ്ടില്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ ഇവിടെ ഇരിക്കുക. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ലൊരു മെമ്മറബിൾ ഡേയ്സിന് ശേഷം ഞങ്ങൾ ഓട്ടോയിൽ കയറി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ് ഗായ്സ്. ഇത് ശരിക്കും ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ പലരും വീട്ടിൽ വിളിച്ച് കരയും. അങ്ങനെയുള്ള ഞങ്ങൾ ഈ ഓൾഡ് ഏജ് ഹോമിൽ വന്നപ്പോൾ ഒരുപാട് ഇമോഷണലായിപ്പോയി. ആരോരുമില്ലാത്ത കുറേ പാവങ്ങൾ, അവർ നല്ല രീതിയിൽ നോക്കുന്ന കുറച്ച് ആളുകൾ, അവരുടെ എല്ലാം വിഷമങ്ങൾ, അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ലൈഫിൽ ഓർത്ത് വെക്കേണ്ടത് തന്നെയാണ്. ഇവിടെ വരുന്നവർ എന്തായാലും ഒരിക്കലും അവരുടെ പേരൻസിനെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച് പോയില്ല, അത് ഉറപ്പാണ്. സ്റ്റഡീസിൻ്റെ ഭാഗമായി വന്നതാണെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു. ഈ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നത് ഞങ്ങളുടെ മാപ്സാണ്. ഹോസ്റ്റൽ ജീവിതത്തിൽ ചില നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതും ഈ യാത്രയിലാണ്. ഇതുവരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടാകാത്ത പല അനുഭവങ്ങളും കിട്ടാൻ ഈ 3rd ഇയർ ആവുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്തു, ഒന്നിച്ചിരുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു, ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഒന്നിച്ചു നിന്നു, ഒന്നിച്ച് കളിച്ചു, ചിരിച്ചു, ഒന്നിച്ച് ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ച് നിന്നു. I think these memories will last forever. Thank you.